UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുന്ന തർക്കങ്ങളിൽ കടുത്ത നിലപാടുമായി മുതിർന്ന നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഇപ്പോൾ ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നും കൃത്യമായ സമയത്ത് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യക്തികളെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങളെ മുരളീധരൻ ശക്തമായി വിമർശിച്ചു. കോൺഗ്രസ് എന്നത് ഒരു സംഘനൃത്തമാണെന്നും ആരും ഒറ്റയ്ക്ക് നൃത്തം ചെയ്യരുതെന്നുമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള നിർദ്ദേശമെന്ന് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. അച്ചടക്കമില്ലാത്ത പെരുമാറ്റം പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രം പിന്തുണച്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ഇദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം നീക്കങ്ങൾ പാർട്ടി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകൂ എന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾ പാർട്ടിയേക്കാൾ വലുതാകരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് കൃത്യമായ ഒരു ശൈലി കോൺഗ്രസിനുണ്ടെന്ന് മുരളീധരൻ വിശദീകരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം ചേർന്നാണ് പാർലമെന്ററി പാർട്ടി നേതാവിനെ നിശ്ചയിക്കുക. 4-ാം തീയതി ഫലം വന്നതിന് ശേഷം ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നതും ബഹളം വെക്കുന്നതും നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. നിലവിൽ ആരുടെയും പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടില്ല. ടീം UDF ആയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും വിജയത്തിൽ എല്ലാവർക്കും തുല്യ പങ്കുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾ തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രംഗത്തെത്തി. ഫലം വരുന്നതുവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം. കോൺഗ്രസിന് വ്യക്തമായ ഒരു സംവിധാനമുണ്ടെന്നും നേതാക്കൾ കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുജനമധ്യത്തിൽ ഇത്തരം ഗൗരവകരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് വേണുഗോപാലിന്റെ നിലപാട്. ജനങ്ങൾ UDF-ന് അനുകൂലമായ വിധി എഴുത്താണ് നടത്തിയതെന്നാണ് വിശ്വാസമെന്നും എന്നാൽ പരസ്യമായ വിവാദങ്ങൾ പാർട്ടിയുടെ വിജയത്തെ മങ്ങലേൽപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയുമായി KPCC മുൻ പ്രസിഡന്റ് K സുധാകരൻ രംഗത്തെത്തിയതോടെയാണ് വിവാദം കൊഴുത്തത്. കേരളത്തിന് ഇപ്പോൾ ആവശ്യം ദൂരദർശിയുള്ള നേതൃത്വമാണെന്നും അതിന് KC വേണുഗോപാലിന് സാധിക്കുമെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നയിച്ച പാത പിന്തുടരാൻ വേണുഗോപാലിന് കഴിയുമെന്നായിരുന്നു സുധാകരന്റെ വാദം. വേണുഗോപാലിന്റെ വിനയവും ആദരവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതെന്നും പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടെന്നും സുധാകരൻ അവകാശപ്പെട്ടു. K സുധാകരന്റെ പരസ്യമായ ഈ പിന്തുണ പാർട്ടിയിലെ മറ്റ് ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. VD സതീശൻ അടക്കമുള്ള നേതാക്കളെ അവഗണിച്ചുകൊണ്ട് ഒരു പേര് മാത്രം ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ലെന്ന വികാരം ഗ്രൂപ്പുകൾക്കിടയിൽ ശക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് K മുരളീധരൻ തിരുത്തൽ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്.